of Center for Education in Kerala, which is the nodal body for Kerala State Civil Service Academy. So ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്തതിന് ഞാൻ സ്വാഗതം പറയുന്നു. And we are all very delighted to have you as a part of our family. So ഇന്നത്തെ നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് 3 കോഴ്സസിന്റെ വേണ്ടിയാണ്. One is talent development course, that is for high school students, and we have foundation course for higher secondary students. Then we have 3-year PCM course for college going students. So course in പറയുന്നത് weekends and foundation course for and PCM course for every second Saturday and all these Sundays. Okay. Mainly this foundation course is to groom our students to become civil servants in their future. So അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്കീം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞാലോ സോ നിങ്ങൾ ഇപ്പോൾ സിവിൽ കുറിച്ചിട്ട് അതിന്റെ സിലബസ് പഠിക്കാനുള്ള ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ നമുക്ക് സിലബസ് മാറിയിരിക്കും. സോ അതുകൊണ്ട് ഗ്രൂമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് സിവിൽ സർവീസസ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് സ്റ്റഡീസ്, ഇറ്റ്സ് അബൌട്ട് a different personality altogether. സോ ആണ് നമ്മൾ ഡെവലപ്മെന്റ് കോഴ്സ് ചെയ്തിരിക്കുന്നത്. ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ് book reviews, group discussion. IAS training Masuri training so so though you are not directly preparing for civil services examination as in syllabus എല്ലാം നിങ്ങൾ പഠിക്കുന്നില്ല, പക്ഷേ അതിന് വേണ്ടിയുള്ള ഒരു നല്ല ഒരു പാത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. So that once you emerge out of this course, you will definitely feel the difference between you before this course and after the course. So ഇതാണ് TDC സംബന്ധിച്ചിടത്തോളം. അത് ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് പോലെ ഉണ്ടാവും, വിത്ത് കോമ്പണൻസ് ഓഫ് സിവിൽ സർവീസസ് എംബഡഡ് വിത്തിൻ ഇറ്റ്. ആൻഡ് ദെൻ വി ഹാവ് അവർ ഫൗണ്ടേഷൻ കോഴ്സ്, ദാറ്റ് ഈസ് ഫോർ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്. അവർക്ക് സിവിൽ സർവീസസിന്റെ ഓറിയന്റേഷൻ ഇരിക്കും. നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യില്ല, ബിക്കോസ് ദേ ആർ ഓൾ ടു സ്മോൾ, ബട്ട് അതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. സോ പ്രിപ്പറേഷൻ വേണ്ടി നമുക്ക് സ്റ്റാറ്റിക് പാർട്ട്, സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ 2 ഭാഗമുണ്ടാവും. ഒന്ന് സ്റ്റാറ്റിക് പാർട്ട്, ഒന്ന് ഡൈനമിക് പാർട്ട്. ഈ സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമി, ഇതൊക്കെ അത് തന്നെയാണ്, അതൊന്നും മാറാൻ പോകുന്നില്ല. അതിന്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് മാത്രം ആഡ് ചെയ്തു. സോ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ നമുക്ക് ഉള്ള സ്റ്റാറ്റിക് പാർട്ടുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കും, പഠിപ്പിക്കും. അതിനുശേഷം we'll handhold you so that whenever you require support, the academy will be ready to do it. പിന്നെ 3-year PCM കോഴ്സ് ചില കുട്ടികൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ചില കുട്ടികൾ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ കുട്ടികൾക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആവശ്യമല്ല, ബിക്കോസ് ദേ ഹാവ് ബീൻ പാർട്ട് ഓഫ് ദിസ് ഫസ്റ്റ് ഇയർ കോഴ്സ്. ബട്ട് അതർവൈസ് നമുക്ക് PCM regular batch നടക്കുന്നുണ്ട്. This is for the students who are appearing for the examination next year. So ഇത് ഒരു 1-year കോഴ്സ് ആണ്. ഈ 1-year കോഴ്സ് നമ്മൾ 3 പാർട്സ് ആയിട്ട് നമുക്ക് കോളേജ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ നമുക്ക് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ തുടങ്ങുന്നത് ബിക്കോസ് ഇറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജസ്. സോ യു ആർ അറ്റ് an advantage, you are ahead of others while planning your things. ആൻഡ് നമുക്ക് IAS കയറുമ്പോൾ നമുക്ക് കുറെ ജോലിയുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് IAS ബിക്കോസ് ഐ ജസ്റ്റ് മൂവ് ഓൺ ടു IPS നെക്സ്റ്റ്. സോ IAS നമുക്ക് തുടങ്ങുമ്പോൾ നോർമലി ഫസ്റ്റ് പോസ്റ്റ് നമുക്ക് സബ് കളക്ടർ എന്ന് പറയും. ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് സെക്രട്ടേറിയറ്റിലെ ഡയറക്ടർ പോസ്റ്റിലേക്ക് ഇരിക്കും. പിന്നെ കളക്ടർ ആവും, പിന്നെ ഡയറക്ടർ ആവും, സെക്രട്ടറീസ് ആവും. പിന്നെ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഫോർ എ ബ്യൂറോക്രാറ്റ് ചീഫ് സെക്രട്ടറി. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് IAS ഓഫീസർ ഇസ് ക്യാബിനറ്റ് സെക്രട്ടറി. സോ ഹി ഈസ് ഹെഡ് ഓഫ്
all the departments, all the secretaries, everything coming under the Union of India. ഇങ്ങനെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹമുള്ളവർ നേരത്തെ ഷുഡ് ബി ദി യംഗസ്റ്റ് പേഴ്സൺ ഓഫ് ദിസ് ബാച്ച്. സോ ഞാൻ 2015 ബാച്ചിന് പറഞ്ഞാലോ എന്റെ ബാച്ചിലെ ഏറ്റവും യങ് ആയിട്ടുള്ള വ്യക്തിയാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആവും. സോ അതുപോലെ നിങ്ങളെല്ലാവരും നേരത്തെ തുടങ്ങിയാൽ തന്നെ നമുക്ക് നേരത്തെ സർവീസ് ക്ലിയർ ചെയ്തിട്ട് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ എന്റെ എക്സാം കുറിച്ച് ഞാൻ പറയാം. ഈ എക്സാം എന്ന് പറയുന്നത് സിവിൽ സർവീസസ് എക്സാമിനേഷൻ. സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 24 സർവീസസോടെ ഒരു എക്സാമിനേഷൻ ആണ്. ഇതിൽ IAS IPS മാത്രമല്ല, അതല്ലാതെ IAS ഉണ്ട്, IPS ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മാത്രം പ്രിലിമിനറി എക്സാമിനേഷൻ സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് IT, ഇന്ത്യൻ റവന്യൂ സർവീസ് കസ്റ്റംസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, പിന്നെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇങ്ങനെ 24 സർവീസസ് ഉണ്ട്. ഇൻക്ലൂഡിങ് ഡാനിക്സ് എന്ന് പറയും, നമ്മുടെ ഡൽഹി ആൻഡമാൻ നിക്കോബാറുടെ സിവിൽ സർവീസ്, ഡാമൻ ആൻഡ് DU, ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സിവിൽ സർവീസും പോലീസ് സർവീസും ഉണ്ടാവും. എല്ലാം അടങ്ങിയതാണ് ഈ എക്സാം കൂടി സെലക്ട് ചെയ്യുന്നത്. സോ ഈ എക്സാം ഓരോരോ വർഷവും എവറി ഇയർ നടത്തും. എവറി ഇയർ നമുക്ക് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 4 മാസങ്ങളിൽ ഇത് നടക്കും പ്രിലിമിനറി. സോ 3 സ്റ്റേജ് ആണ് ഉള്ളത് എക്സാമില്. പ്രിലിമിനറി എക്സാമിനേഷൻ പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 2 പേപ്പർ ഉണ്ട് പ്രിലിമിനറിയിൽ. ഫസ്റ്റ് പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പർ, സെക്കൻഡ് പേപ്പർ സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കോണമി, എൻവയൺമെന്റ്, ഇന്റർനാഷണൽ റിലേഷൻസ്, പിന്നെ കറന്റ് അഫയേഴ്സ്, ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതൊക്കെ അടങ്ങിയതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക്. പിന്നെ നമ്മൾ ഏതെങ്കിലും തെറ്റായിട്ട് ആൻസർ ചെയ്താലോ, ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് ആൻസർ ചെയ്താൽ 1/3 ഓഫ് ദി മാർക്ക്, വിച്ച് മീൻസ് 0.67% നമുക്ക് നെഗറ്റീവ് ആവും. സോ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് മോർണിംഗ് ഈ എക്സാം ഉണ്ടാവും 2 മണിക്കൂർ. ആഫ്റ്റർനൂൺ ഫോർ 2 hours സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അബൌട്ട് ലോജിക് റീസണിംഗ്, കോംപ്രിഹെൻഷൻ, ഡെസിഷൻ മേക്കിംഗ്, ഇങ്ങനെ അനാലിറ്റിക് എല്ലാം ഉണ്ടാവും. ഇത് വന്നിട്ട് ഒരു ക്വാളിഫയിങ് പേപ്പർ 3 വർഷം മുന്നാണ് പ്രിലിംസിന്റെ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ വാങ്ങിക്കുന്നവർ മാത്രമേ മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. കട്ട് ഓഫിയുടെ കീഴായ പോയാലോ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. സോ ബിഫോർ 3 years ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് സി ഓഫ് ഡി. പക്ഷെ ഇപ്പോൾ സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫയിങ് പേപ്പർ ആയി. ക്വാളിഫയിങ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 33% മാർക്ക് വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മൾ മെയിൻസിലേക്ക് കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 മാത്രമാണ് മാർക്ക് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ എക്സാം കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കൊണ്ട് റിസൾട്ട് വരും. സോ യൂഷ്വലി ഈ എക്സാമിലേക്ക് വേണ്ടി അപ്ലിക്കേഷൻ ചെയ്യുന്നവർ 10 ലക്ഷം പേര് ഉണ്ടാവും. ഈ 10 ലക്ഷം പേരില് ഏകദേശം 5-6 ലക്ഷം പേര് എക്സാംക്ക് അപ്പിയർ ചെയ്യും. 4 ലക്ഷം പേര് എക്സാംക്ക് പോലും വരത്തില്ല. ഈ 5 ലക്ഷത്തിൽ നിന്ന് 15,000 പേര് മെയിൻസ് എക്സാമിലേക്ക് പോകും. മെയിൻസ് എക്സാം 9 പേപ്പറാണ് നിലവിലുള്ളത്. നിങ്ങളെല്ലാം കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. 9 പേപ്പേഴ്സ് അതേ. അതില് 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്, പോളിറ്റി, അഡീഷണലി സോഷ്യോളജി ഉണ്ടാവും. അഡീഷണലി
ഇന്റേണൽ സെക്യൂരിറ്റി, അഗ്രികൾച്ചർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലസ് എത്തിക്സ് എന്ന് ഒരു പേപ്പർ ഉണ്ട്. ഈ 4 പേപ്പറും 250 മാർക്സ് ഈച്ച്. ഇത് ഡെസ്ക്രിപ്റ്റീവ് ആണ്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഒരു എസ് എ പേപ്പർ ഉണ്ട്. ഈ എസ് എ പേപ്പറിൽ 2 essays ആണ് ചോദിക്കും. 2 essaysൽ ഒരു essay, ഈച്ച് essay carries 125 മാർക്സ്. സോ 125 മാർക്സ് വെയിറ്റേജ് ഉള്ള 2 essay നമ്മൾ എഴുതേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് എടുക്കാം. അതിൽ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട് ആൻഡ് ലാംഗ്വേജസ് ഉണ്ട്. ചില ആൾക്കാർ മലയാളം ലിറ്ററേച്ചർ എടുക്കാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക് ഏതെങ്കിലും എടുക്കാം. അതിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ 2 പേപ്പർ ഉണ്ടാവും, പേപ്പർ 1, പേപ്പർ 2, ഈച്ച് ക്യാരി 250 മാർക്സ്. സോ ആസ് ഓഫ് നൗ നമുക്ക് 4 GS 250 മാർക്സ്, 1000 മാർക്സ്, ഓപ്ഷണൽ 500 മാർക്സ് പ്ലസ് എസ്സേക്ക് 250 മാർക്സ്, 1750 മാർക്സ് ഇനി നമ്മൾ റെഡി ചെയ്യും. അതിനുശേഷം 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട്. ഇതിലും 2 ലാംഗ്വേജ് പേപ്പേഴ്സ്. ഒരു പേപ്പർ ഇംഗ്ലീഷ്, മറ്റു പേപ്പർ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ്. സോ ഈ ലാംഗ്വേജിൽ നമുക്ക് എഴുതാനും ട്രാൻസ്ലേഷൻ ചെയ്യാനും കോംപ്രിഹെൻഡ് ചെയ്യാനും വായിക്കാനും നമുക്ക് ഒരു ഡീസെന്റ് ലെവൽ ഓഫ് നോളജ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യും. സോ 30% ക്വാളിഫയിങ് മാർക്സ് ഉണ്ടാവും. അത് നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. 1 in English and another 1 a regional language. Okay, so ഇത് ചെയ്യുമ്പോൾ 1750 മാർക്സിന്റെ റിസൾട്ട് ഉണ്ടാവും. ഈ എക്സാം നോർമലി ബിറ്റ്വീൻ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ഉണ്ടാവും. അതിനുശേഷം ഒരു 2 months കഴിഞ്ഞിട്ട് റിസൾട്ട് വരും. ഈ റിസൾട്ട് വന്നിട്ട് 1 month ശേഷം 1 monthനിടയ്ക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് വരും. ഇന്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ് തുടങ്ങും. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് UPSCയുടെ ഹെഡ് ഓഫീസ് വിച്ച് ഇസ് ഇൻ ഡൽഹിയിൽ വെച്ചിട്ടാണ് നടത്തും. ഡൽഹിയിൽ ഒരു പാനൽ ഓഫ് പാനലിസ്റ്റ് ഉണ്ടാവും, 5 പേരുണ്ടാവും. 5 പേരിൽ അവര് ചില ആൾക്കാർ IAS ആയിരിക്കും, IPS ആയിരിക്കും, IFS ആയിരിക്കും, ചിലര് സയന്റിസ്റ്റ് ആയിരിക്കും, പ്രൊഫസേഴ്സ് ആയിരിക്കും, വലിയ വലിയ ആൾക്കാർ നേവിയിൽ നിന്നായിരിക്കും, ആർമിയിൽ നിന്നായിരിക്കും, വലിയ ആൾക്കാർ 5 പേര് ഒരു ടീമിലുണ്ടാവും. ഇതുപോലെ ഒരു 10-12 ബോർഡ് ഉണ്ടാവും. സോ നമുക്ക് അവിടെ നമുക്ക് പോയാലോ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു 1/2 an hour to 45 minutes 1 hour വരെ ഇന്റർവ്യൂ ഉണ്ടാവും. സോ ഈ മെയിൻസ് 2500 candidates will be appearing for personality test, and from this 1000 students, almost 1000 students will be selected every year. ഈ 1000 സ്റ്റുഡൻസും നമ്മളെ വേക്കൻസി അനുസരിച്ചും പിന്നെ കമ്മ്യൂണിറ്റി റാങ്ക് അനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പോലീസാണ്. എനിക്ക് കിട്ടിയത് റവന്യൂ ആണ്. സോ എനിക്ക് തിരിച്ച് പോലീസ് ആവേണ്ടതാണ്. എനിക്ക് ആഗ്രഹമുണ്ട്. എക്സാം ലൈക്ക് എനിക്ക് IRS കിട്ടി, പക്ഷേ ഞാൻ IRS ജോയിൻ ചെയ്യാതെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് 6 months തിരിച്ച് ഈ പ്രിലിമിനറി മെയിനെല്ലാം എഴുതിയിട്ട് ഞാൻ IRS പോയി ജോയിൻ ചെയ്യാം. വിച്ച് മീൻസ് I have options of improving on my score and getting into the service which I desire. ഇതാണ് ഇപ്പോഴത്തെ ഉള്ള സ്കീം ഓഫ് എക്സാമിനേഷൻ. പിന്നെ നമുക്ക് ഈ സർവീസ് എന്ന് പറയുന്നത് സിവിൽ സർവൻസ് ആണ്, പബ്ലിക് സർവൻസ് ആണ്. സോ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു പവർക്ക് വേണ്ടിയോ ഇല്ല ഒരു ഫെയിമിന് വേണ്ടിയോ വരുന്നത് ശരിയല്ല. ബിക്കോസ് വി ആർ ഓൾ പബ്ലിക് സർവൻസ്. വി ആർ ഹിയർ ടു സെർവ് ബിക്കോസ് നമ്മൾ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജിയസ് പൊസിഷനിലാണ് ഉള്ളത്. ഇപ്പോഴും സ്കൂളിൽ പോലും പോവാൻ പറ്റാത്ത കുട്ടികളുണ്ട്. മോൾ നറിഷ്ഡ് കിഡ്സ്, അണ്ടർ നറിഷ്ഡ് കിഡ്സ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സൊസൈറ്റി നമ്മളെ ചുറ്റി തന്നെ ഉണ്ട്. പക്ഷേ വി ആർ ഏബിൾ ടു get into a good school, we are having good family, we are having good food, we are able to take the next step in our life. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ we are bound to, we are morally liable to actually give back to the society. അതിന്റെ ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സിവിൽ സർവീസസ്. അതുകൊണ്ട് ഇതിലേക്ക് കയറി വരുന്ന കുട്ടികളുടെ ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവ് ആയിരിക്കണം, ബ്രോഡ് പെർസ്പെക്റ്റീവ് ഉണ്ടാവും.
there will certainly be a difference between who you were before this course and who you will be after seriously preparing for civil services. So ഇങ്ങനെ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഉള്ള കൂടുതൽ ആൾക്കാർ ഒന്നുകൂടി വന്നാലോ നമുക്ക് ഇന്നും കൂടി ഒരു ബെറ്റർ വേൾഡ് ബെറ്റർ സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. You all being ideal people, youth, children are always ideal because നിങ്ങൾക്കാണ് നമുക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരു വിഷമം തോന്നും. You don't get used to all this. So whenever you feel that agony in you, you will perform. So ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു നല്ല ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ പോകണം. ഇത്ര ജനറൽ ആയിട്ട് ഞാൻ വിചാരിച്ചത് we'll take it in an interactive mode because you might be having so much to ask. We don't have our normal face-to-face meeting. ഈ വെർച്വൽ മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നും കൂടി കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവും. സോ ഇതെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചാലോ ആഫ്റ്റർ ഡിസ്കഷൻസ് അഗെയിൻ ഐ ടോക്ക് ഫോർ another 15-20 minutes and we'll wind up the session. And please കുട്ടികൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഞാൻ അത് കണ്ടിട്ട് ഞാൻ മറുപടി പറയാം. And I feel there are good number of parents also there. So it's a good start you have given your child. Thank you so much. സോ ഞാൻ ചാറ്റ് ബോക്സ് കണ്ടു. ഈ ക്ലാസ് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. നെക്സ്റ്റ് വീക്ക് നമുക്ക് തുടങ്ങാം ഓൺലൈൻ ക്ലാസ്സിനോട്. വെബെക്സ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. ചിലപ്പോൾ ആർക്കെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാവും. ഈ ക്ലാസ് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. നെക്സ്റ്റ് വീക്ക്
സോ നമുക്ക് ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. Recorded classes, live recorded classes would be available, which you can use for future reference. That is one thing. പിന്നെ നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട്സ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ചോദിക്കുന്നുണ്ട്. ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് ചൂസ് ചെയ്യാം. ചിലർക്ക് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് തന്നെ ആയിരിക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്ട്. അതുകൊണ്ട് സബ്ജക്ട് യു ഫീൽ ലൈക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ ഹിസ്റ്ററി, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ പബ്ലിക് പറയുമ്പോൾ എന്തായാലും ഞാൻ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ ആകാനാണ് ആഗ്രഹിച്ചത്. സോ സിൻസ് ഐ സിവിൽ എഞ്ചിനീയറിംഗ്, I thought I should study something new which would also be beneficial for my preparation and for my career ahead. So അതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഓപ്ഷണൽ പ്രീവിയസ് 5-year ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം. പ്രീവിയസ് ഇപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് അതർവൈസ് നിങ്ങൾ ക്ലാസ് വൈസ് വെബെക്സ് കൂടിയാണ് ക്ലാസ് എടുക്കുക. ഓക്കെ, പിന്നെ ഓപ്ഷണൽ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓപ്ഷണൽ പ്രീവിയസ് 5 yearsയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ കാണണം. സോ 5-year ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഉള്ളത്, നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ. പിന്നെ പ്രീവിയസ് ഇയർ ടോപ്പേഴ്സുടെ ബ്ലോഗ്സ് ഉണ്ടാവും. അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യോളജി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അവർ ചെയ്യും. പിന്നെ അതേപോലെ ആന്ത്രോപോളജി, ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും. സോ വീൽ ഹെൽപ്പ് യു ചൂസ് ഓപ്ഷൻസ്. ആഫ്റ്റർ ഓൾ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ചിലർക്ക് ഇത് തന്നെ വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ചിലർക്ക് ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 2 സബ്ജക്ട് 3 സബ്ജക്ട് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടാം. വീൽ ഹെൽപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, റെഗുലർ എക്സാംസ് കാണുമോ? ഇത് നമുക്കൊന്നും സ്കൂൾ കോളേജ് എക്സാംസ് പോലെ അല്ല. നമുക്ക് എക്സാം ഉണ്ടാവില്ല, ടെസ്റ്റ് പോലെ ഉണ്ടാവും. ഓക്കെ, ഡിഫറെന്റ് മോഡല്. ഫോർ TDC ഒരു രീതിയിൽ ഉണ്ടാവും, ഫോർ ഫൗണ്ടേഷൻ കോഴ്സ് വേറെ ഒരു രീതിയിൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ 3-year കോഴ്സിന് റെഗുലർ ആയിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ടെസ്റ്റ് സീരീസിന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ്, പ്രിലിംസ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഉണ്ടാവും. നമ്മളത് OMR ഷീറ്റിൽ കൂടി ചെയ്യും. ഇമ്മീഡിയറ്റ്ലി നമുക്ക് റിസൾട്ടും അറിയാൻ കഴിയും. എനിക്ക് ഓരോരാളും ഇങ്ങനെ ഓപ്ഷണൽ ഇത് ശരിയാണോ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന എനിക്ക് മറുപടി പറയാൻ കഴിയില്ല, ബിക്കോസ് ഇറ്റ്സ് ഹ്യൂജ് ഗ്രൂപ്പ്. സോ ഞാൻ പറഞ്ഞതുപോലെ ടേക്ക് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ടേക്ക് ദ സിലബസ് ഇൻ ഹാൻഡ്, ചെക്ക്. നിങ്ങൾക്ക് ഇത് രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങാം. ഇല്ല നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം. അക്കാഡമിയെ കോൺടാക്ട് ചെയ്താലോ ഞങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് ഏത് ഓപ്ഷണൽ സബ്ജക്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കുന്നു. How can I prepare for civil service from now on? So TDC and foundation course ചെയ്യുന്ന കുട്ടികൾക്ക് ആദ്യം നിങ്ങൾ ഒരു നല്ല ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങണം. ഓക്കെ, പ്രിഫറബിളി എ നാഷണൽ ന്യൂസ് പേപ്പർ ലൈക്ക് ഹിന്ദു, ബിക്കോസ് നമുക്ക് UPSC ഇസ് എൻ ഓൾ ഇന്ത്യ സർവീസ് വേണ്ടിയാണ് എടുക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ലോക്കൽ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് നാഷണൽ ഇന്റർനാഷണൽ ഇഷ്യൂസ് കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടാകും. So you start reading newspaper daily. Newspaper വായിക്കുമ്പോൾ ഏറ്റവും important section of the newspaper is middle page, opinion. Okay, editorial and opinion ആണ് ഏറ്റവും important. So നിങ്ങൾ അത് നന്നായിട്ട് പഠിച്ചാലോ നമുക്ക് ഇപ്പോൾ elections നടക്കുന്നുണ്ട്. ഓക്കെ, elections നടക്കുന്നുണ്ട്, ഇത് മാത്രമേ നമുക്ക് ഒരു ന്യൂസ് കണ്ടാൽ അറിയാം. പക്ഷേ ഒരു എഡിറ്റോറിയലും ഒരു ഒപ്പീനിയനും കാണുമ്പോൾ ഈ എലക്ഷൻ എന്തിനാണ് നടക്കുന്നത്, ഈ എലക്ഷൻസ് മറ്റ് ഇൻ അതർ കൺട്രീസ് എങ്ങനെ നടത്തുന്നുണ്ട്, സോ നമ്മുടെ ഇന്ത്യ മറ്റ് കൺട്രീസ് തമ്മിൽ എന്താ ഡിഫറൻസ്, ഏതാണ് അഡ്വാൻറ്റേജസ്, ഹൗ വാസ് ഇറ്റ് ഇവോൾവ് ഫ്രം ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഡിറ്റോറിയലും ഒപ്പീനിയനും വായിച്ചാലേ നമുക്ക് മനസ്സിലാവും. സോ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കണം. പിന്നെ ജനറൽ നിങ്ങളെ സ്കൂൾ ബുക്സ് തന്നെയാണ്, സ്കൂൾ ബുക്സ് നന്നായിട്ട് പഠിക്കും.
ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് സമയമുണ്ട് നമുക്ക് പഠിക്കാൻ. ഫോർ സ്കൂൾ കുട്ടികൾ, ഫോർ PCM ബാച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് നമുക്ക് ഉള്ള പ്ലാനർ അനുസരിച്ച് നിങ്ങൾക്ക് ടീച്ച് ചെയ്യുമ്പോൾ, ഇഫ് യു സ്റ്റഡി ഇറ്റ് ദെൻ ആൻഡ് വെക്കുമ്പോൾ ടെസ്റ്റ് സീരീസും നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല പൊസിഷനിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരുന്നത്, ഈ എക്സാം എഴുതിയാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ജോലി കിട്ടുമോ? ഞാൻ പറഞ്ഞതുപോലെ 5 ലക്ഷം പേരാണ് എക്സാം എഴുതുന്നത്. പക്ഷെ അവസാനം ജോലി കിട്ടാൻ പോകുന്നത് 1000 പേർക്കാണ്. സോ ഈ 1000-ൽ ഒരാളാകാൻ വേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അത്ര efforts will be paid. ന്യൂസ് പേപ്പർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹിന്ദു വായിക്കാം. പിന്നെ പ്ലീസ് കോംപ്ലിമെന്റ് ഇറ്റ് വിത്ത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ബിക്കോസ് അതിന്റെ ഒരു സർക്കുലേഷൻ നോക്കിയിട്ട് അതിന്റെ ഉള്ള വളരെ വൈഡായിട്ട് ഉണ്ടാവും. എൻട്രൻസ് എക്സാം ഇല്ല, നിങ്ങൾ എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ ഉണ്ട്. പിന്നെ ഫൈനൽ ഇയറിലെ ക്ലാസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 21 years കംപ്ലീറ്റ് ആയിരിക്കുന്നു. 21 years കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കൊടുക്കും ഫെബ്രുവരി മാർച്ച് നോട്ടിഫിക്കേഷനിൽ പറയും ഈ ഡേറ്റ്, ആസ് ഓൺ ദിസ് ഡേറ്റ് യു ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 21 years ഓഫ് ഏജ്. അത് ചെയ്താൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പേഴ്സണലി ഐ വിൽ സേ ഹിന്ദു, ബിക്കോസ് ഹിന്ദുവിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ഹിന്ദു is something which is available throughout the country and with all good editorial opinions. But we can very well read Times of India or Indian Express also. My name is Vigneshwari. ഞാൻ 2015 batch IAS officer. I'm basically from Madurai, Tamil Nadu, and my father is Kerala. I was sub-collector of Kozhikode for 2 years. Now I'm the director of collegiate education as well as the director of Center for Continuing Education in Kerala. Study materials kurichittu only for PCM course. For PCM course, study material kurichittu ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കും which has a list of all the study materials, how to go about it. അത് വളരെ വലിയ ലിസ്റ്റ്, 20-30 ബുക്സുടെ പേര് പറയാനുണ്ട്. നിങ്ങൾക്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കും. യു കൻ സ്റ്റാർട്ട് റീഡിങ് ദാറ്റ്. പിന്നെ UG നിങ്ങൾക്ക് ഒരു UG മാത്രം ഇതാണ് UPയുടെ ക്രൈറ്റീരിയ. എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സബ്ജക്ട് എടുത്താലും അത് is going to be beneficial, because what UPSC requires is just a graduation. Yeah, hard work definitely, because 5 lakhs out of 1,000 we need to be one, and we need to be in the top so that we get a service of our choice. So ഇത് പഠിക്കണമെങ്കിൽ since you are all simultaneously doing a regular course, you can allot 2 hours daily for this. 2 മണിക്കൂർ നിങ്ങൾ കൊടുത്താൽ മതി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാനും. ന്യൂസ് പേപ്പർ ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ് ഏതെങ്കിലും നിങ്ങൾ വായിക്കാം. പിന്നീട് യു ഹാവ് യുവർ ഓൺ സബ്ജക്ട്സ് ടു റീഡ്. ആൻഡ് PCM 3 year കോഴ്സ് സംബന്ധിച്ചോളം നമ്മൾ ആ വീക്കെൻഡ് പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ആ വീക്കിൽ കൂടി പഠിച്ചാലോ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഞാൻ ഇത് പഠിക്കുന്നു നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ദ ടൈം ടേബിൾ, ബിക്കോസ് ഇറ്റ് ഈസ് ഡിസിപ്ലിൻ ഇസ് വെരി മച്ച് റിക്വയർഡ്. കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ട്, ബിക്കോസ് നമ്മൾ ഏത് സ്റ്റേജിൽ നമ്മൾ ഔട്ട് ആയാലും നമ്മൾ ഫെയിൽ ആയാലും വി നീഡ് ടു സ്റ്റാർട്ട് ഇറ്റ് ഫ്രം സ്ക്രാച്ച് അഗെയിൻ. സോ നമുക്ക്
തിരിച്ച് സെയിം കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടല്ലേ. സോ അത് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് സിൻസിയർ ആയിട്ട് നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എക്സാമിന്റെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ബുക്സ് വൈസ് ലിസ്റ്റ് ഞാൻ കൊടുക്കാം. ഓക്കെ, ലക്ഷ്മികാന്തോടെ പോളിറ്റി മാത്രം ആവശ്യം. We have additional books also because one book will not be sufficient for mains. You'll get information about the class through SMS and through email, and you also keep checking the website of the Kerala State Civil Service Academy to get additional information. Yeah, ഒരു ഓപ്ഷണൽ പേപ്പറേ ഉള്ളൂ, പക്ഷേ 2 പേപ്പേഴ്സ്. സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിസ്റ്ററിന്ന് പറഞ്ഞാലോ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ആൻഡ് തിയറീസ് ഒക്കെ പേപ്പർ 1 മോഡേൺ ഹിസ്റ്ററി, പോസ്റ്റ് മോഡേൺ ഇതൊക്കെ പേപ്പർ 2 സോ അതുകൊണ്ടാണ് പേപ്പർ 1, പേപ്പർ 2. That's just one optional subject as of now. For TDC, how we should keep our timetable? For TDC students, ഞാൻ പറഞ്ഞതുപോലെ you are all very small kids, so we'll help you groom into a better personality so that once you get into finish your schooling, you will be able to start your full-fledged preparation. So ഞങ്ങൾ വേണമെങ്കിൽ ഒരു മോഡൽ ആയിട്ട് ഒരു ടൈം ടേബിളും നിങ്ങൾക്ക് പുട്ടപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, that will be a planner. Based on that, we will also prepare a model timetable for you and share it with you. You can follow it or you can your own plan. But my advice would be to devise our own plan because no one knows us better than us. Yes, if you study this course, this will be useful for other PSC tests also. പിന്നെ ബാങ്കിങ് എക്സാംസ് ഉണ്ട്. ബാങ്കിങ് എക്സാം ആക്ച്വലി ഒരു വർഷത്തിൽ തന്നെ 25,000-30,000 പേരെ റിക്രൂട്ട് ചെയ്യും. സോ അതിലേക്കും നമുക്ക് യൂസ് ചെയ്യാം. UPSCയുടെ മറ്റു എക്സാംസ് ഉണ്ട്, SSC എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജനറൽ സ്റ്റഡീസ് ഇസ് ഗോയിങ് ടു ബി കോമൺ. സോ അത് വെച്ചിട്ട് നമുക്ക് മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. For college students, apart from your college studies, please earmark 2 to 3 hours. 2 to 3 hours for preparing for civil services. So that at the end of coming out of your college, നിങ്ങൾക്ക് കോളേജിന്റെ പുറത്ത് വന്നിട്ട് തന്നെ ഉടൻ നിങ്ങൾ എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്യാം. ഫൗണ്ടേഷൻ ക്ലാസ് ആയാലും ഫൗണ്ടേഷൻ ക്ലാസ്സിന്റെ നമുക്ക് സ്റ്റാറ്റിക് പാർട്ട് ഞാൻ പറഞ്ഞതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പോളിറ്റിയുടെ ബേസിക് ഫൗണ്ടേഷൻ പാർട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ ഡൈനാമിക് പാർട്ട്, ഫോർ എക്സാമ്പിൾ ഈ വർഷം ഇക്കോണമി ഇങ്ങനെയായി, സോ ഇതിന്റെ ലൈക് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചു തരില്ല. ബിക്കോസ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ കറന്റ് അഫയേഴ്സ് വുഡ് ഹാവ് ടേക്കൻ എ big turn. So static part will be covered for foundation course students. How to make notes for newspapers. See, whoever is appearing for next year exam would require notes for newspapers. As you are all very young and it would be at least 3 or 4 years since you by the time you appear for examination, ഇപ്പോൾ നമുക്ക് notes എടുത്തിട്ട് കാര്യമല്ല. You just keep reading and keep developing the habit of reading. So നിങ്ങൾ ഒന്ന് ഫ്ലെജ്ഡ് ആയിട്ട് ഇതിക്ക് മാത്രം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറുടെ നോട്ട്സ് എടുക്കാം. നോട്ട്സ് എടുക്കുമ്പോൾ സിലബസ് വൈസ് ഒരു നോട്ടില് യു മേക്ക് പാർട്ടീഷൻസ് ആൻഡ് ദെൻ യു കീപ് റൈറ്റിംഗ് ദ നോട്ട്സ്. We don't know if there will be a change in examination pattern because 2012 ഒരു വലിയ ചേഞ്ച് വന്നത്. 2 ഓപ്ഷണൽ പേപ്പറിൽ നിന്ന് ഒരു ഓപ്ഷണൽ പേപ്പറായി. പിന്നെ ജനറൽ സ്റ്റഡീസ് 2 നിന്ന് 4 ജനറൽ സ്റ്റഡീസ് പേപ്പറായി. അതിനുശേഷം ഓപ്ഷണൽ പേപ്പർ തന്നെ റിമൂവ് ചെയ്യാൻ പോകുന്നു ഒരു ടോക്സ് 6-7 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇന്നും ഒന്നും കോൺക്രീറ്റ് ആയിട്ടില്ല. ഫെബ്രുവരിയിലെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ എല്ലാവർക്കും അറിയൂ ഇപ്പോൾ ഏതെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്താണ്. യെസ്, ഈ എക്സാം ഹ്യൂമാനിറ്റീസ് എടുക്കാം UPSCക്ക്. ഈ എക്സാം നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവിധ കോമ്പറ്റേറ്റീവ് എക്സാംസ്ക്കും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ കഴിയും. PCM റെഗുലർ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടായി. ലാസ്റ്റ് മന്ത് സെപ്റ്റംബർ മന്തിൽ സ്റ്റാർട്ടായി. ക്ലാസ്സസ് പ്രോഗ്രസ്സിലാണ്.
book list for TDC, book list for foundation course, book list for PCM, everything will be given through mail. Sunday morning 9 to 4 classes இருக்கு. ஸோ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് എവറി വീക്ക് എന്താ ക്ലാസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. You will be having interactive classes because WebEx platform is for interactive classes. അതിന് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ലഭ്യമാക്കും. എല്ലാ ഇൻഫർമേഷനും മെയിലിൽ അയക്കും. TDC Foundation book list will be given. So I started my preparation. I'm actually basically a civil engineer. I started my preparation after civil engineering. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് TCS-ലാണ് ജോയിൻ ചെയ്തത്. TCS-ൽ ഞാൻ സോഫ്റ്റ്വെയർ ജോലി കയറി. TCS സോഫ്റ്റ്വെയർ ജോലി ചെയ്തിട്ട് 1 ഇയർ ശേഷം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഞാൻ അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഫൈനലിൽ 1 മാർക്കിൽ കിട്ടാതെ പോയി. സോ അടുത്ത അറ്റംപ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് IAS കിട്ടി. സോ നമുക്ക് അറ്റംപ്റ്റ്സും ഉണ്ട് ഈ എക്സാമില്. അതും നിങ്ങൾ എഴുതും സമയത്തില് അറ്റംപ്റ്റ്സുടെ ലിമിറ്റ്സും മാറും. സോ ആസ് ഓഫ് നൗ ദ നമ്പർ ഓഫ് attempts for general category is 6. For other backward category is 9. And for others till the age of 40. All the classes will be starting by next weekend. Yes, you can join PCM class without foundation course. എല്ലാം ലിങ്ക്ഡ് അല്ല. TDC foundation course PCM ലിങ്ക്ഡ് അല്ല. നിങ്ങൾ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യാതെ തന്നെ PCM കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഹ്യൂമാനിറ്റീസ് നല്ല സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. Foundation course and talent development course are not the same. My optional subject was public administration. There won't be one subject for one day because രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു സബ്ജക്ട് തന്നെ പഠിപ്പിച്ചാലും നിങ്ങൾക്കും അത് ബോർഡമായി പോകും. അതുകൊണ്ട് it will have a mix of subjects. നമുക്ക് since we have started it in the month of November, നമുക്ക് വെക്കേഷൻ സമയത്തിലും കൂടി ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുഴുവൻ സിലബസ് തീർക്കാൻ വേണ്ടി വെക്കേഷൻ സമയത്തിലും ക്ലാസ് ഉണ്ടാവും. ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഈ ക്ലാസ് ഈ എക്സാമിലേക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വേറെ വർക്ക് അല്ല, ലൈക്ക് കോളേജും കഴിഞ്ഞു, യു ആർ നോട്ട് ഡൂയിങ് എനി വർക്ക്, ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എവറി ഡേ 10 to 12 hours നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, we have a newspaper, we have optional, we have general studies. ഇതല്ലാത്ത നമുക്ക് കുറച്ചും കൂടി വെബ്സൈറ്റ്സ് ഉണ്ട്, റേഡിയോ ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് 10-12 hours വേണ്ടി വരും. സയൻസ് നിങ്ങൾ ഒന്ന് ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് UPSC വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഓപ്ഷണൽ സബ്ജക്ട്സുടെ ലിസ്റ്റ് നോക്കണം. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് ഓപ്ഷണൽ സബ്ജക്ട്സ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സബ്ജക്ട് ചൂസ് ചെയ്യാം. സയൻസ് നല്ല സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ. പക്ഷേ അതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എയ്തർ റൈറ്റ് ഓർ റോങ്. We don't have different opinions or gray areas in these subjects. So നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിൽ സയൻസ്, മാത്സ് എങ്കിൽ മാത്സ് ഒരു പ്രോബ്ലം, if the problem is for 50 marks, if it is right, you are going to get the 50 marks. But if it is going to be wrong, you are going to get 0. പക്ഷേ അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ആവുമ്പോൾ there are different views. ഓക്കെ, നമുക്ക് 50യും കിട്ടാൻ പോകുന്നില്ല, 0വും കിട്ടാൻ പോകുന്നില്ല. ഇടയ്ക്ക് നമ്മൾ എഴുതിയത് കൊണ്ട് ഒരു മീഡിയം മാർക്സ് വരും. So this is the difference between science and humanities. Humanities it's very subjective, while science is very objective. So നിങ്ങൾ ശരിയായിട്ട് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒന്ന് തെറ്റായി പോയാലും മുഴുവൻ മാർക്ക് പോകും. PCM ക്ലാസ്
TCM 3-year കോഴ്സ് ഫോർ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഇന്നാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. സോ അത് നെക്സ്റ്റ് വീക്ക് തൊട്ടേ ക്ലാസ് ആണ്. My motivation for this job, I was studying like civil engineering. പിന്നീട് ഞാൻ സിവിൽ സർവീസസ് പഠിക്കാൻ എനിക്കൊന്നും ഐഡിയ അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ TCS ജോലി ചെയ്തു. TCS ജോലി I was into software. I was like developing programs which would help people to book flight tickets or book hotels. ഇങ്ങനെ നമ്മൾ IRCTC ഇതൊക്കെയാണ് നമ്മൾ TCS ഒരു സെക്ഷൻ ചെയ്യുന്നത്. ഞാൻ ആ സെക്ഷനിലാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മറ്റ ആൾക്കാർക്ക് എങ്ങനെ എഫക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയണം. Okay, it is not like I'm sitting in the front of a computer and I'm doing something. I should feel the difference, what the difference I'm making in others' lives, like how my work is getting translated into their lives. So ഇത് അറിയണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പീപ്പിളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ജോലി വേണം. അതിനെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും അഡ്വാൻറ്റേജസ് സൊസൈറ്റിയാണ്. എനിക്ക് നല്ല ജോലി കിട്ടി, നന്നായിട്ട് ഞാൻ പഠിച്ചു, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു. Okay, it is not കഴിവ് ആക്ച്വലി, there is so much support. Everyone has this capability. കഴിവ് എല്ലാവരുടെ അടുത്തും ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല. സോ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സോ ഐ ഷുഡ് മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ അതേഴ്സ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഐ തോട്ട് I have 3 ways to do this. Either I can work TCS തന്നെ ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. എവറി വീക്കെൻഡ് നമുക്ക് ചെയ്യാം. നമ്മൾ പോയി ക്ലാസ് എടുക്കും, പിന്നെ വേറെ വേറെ കമ്മ്യൂണിറ്റീസ് പോയിട്ട് ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സോ ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്, ഓർ ഐ ഷുഡ് ഹാവ് ജോയിൻ NGO ജോയിൻ ചെയ്തിട്ട് ഞാൻ ചെയ്യാം സർവീസ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS ജോയിൻ ചെയ്യാം. ഈ ഫസ്റ്റ് 2 കാര്യം ചെയ്യുമ്പോൾ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഐ ഡോണ്ട് എംപവർ ദം. സോ ഞാൻ ഇതിന് പകരം ഞാൻ IAS ആയാലോ എനിക്ക് അവരെ എംപവർ ചെയ്യാൻ കഴിയും. ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്താൽ പിന്നീട് അവർ തന്നെ അവരെ നോക്കിക്കൊള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ IAS ജോയിൻ ചെയ്തത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഓപ്ഷണൽസ് എവറി സബ്ജക്ട് ഡിറ്റർമൈൻ ദ ഫൈനൽ റാങ്ക് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്ട്സുടെ മാർക്സും കൂടിയിട്ടാണ്. So optionals, of course, they play a big role because they are amounting to 500 marks. 10th grade കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടമോ അത് നിങ്ങൾ ചൂസ് ചെയ്യും. ചിലർക്ക് ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, ചിലർക്ക് സയൻസ് ആയിരിക്കാം. Okay, you can choose whatever you like. Only condition is you should have a graduation from a recognized university. ഈ സബ്ജക്ട് ആണ് ഗ്രാജുവേഷൻ ഒന്നും ചോദിക്കുന്നില്ല UPSC. ഗ്രാജുവേഷൻ ഇരിക്കണം, 21 years of age ഇരിക്കണം. Yeah, Spectrum history book is good for UPSC preparation. ടാലന്റ് കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു നല്ല ഒറേഷൻ സ്കിൽസ് ഉണ്ടാക്കാനും ജനറൽ അവയർനെസ്, ബ്രോഡ് പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാനുമുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും. You will be asked to do book reviews, you will be asked to do essay writing, you will be asked to do some decision making roles, അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇതൊക്കെ ചെയ്തിട്ടാണ് ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ 8th സ്റ്റാൻഡേർഡ് കുട്ടികൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടതല്ല. 8th, 9th, 10th, 12th വരെ പ്ലീസ് റീഡ് a standard newspaper and a standard magazine like Frontline പോലെ ഏതെങ്കിലും ഒരു മാഗസിൻ. Frontline ഉണ്ട്, ഡൗൺ ടു എർത്ത് ഉണ്ട്, എക്കണോമിക് പൊളിറ്റിക്കൽ വീക്ക്ലി PW ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കാം. അതിൽ ഏതെങ്കിലും ഒരു മാഗസിൻ മാത്രം 8th to 12th കുട്ടികൾ കൂടെ എടുക്കണ്ട. ബിക്കോസ് നിങ്ങൾ സ്കൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ അഡീഷണലി ചെയ്യുന്ന കാര്യമാണ്. ഇതിനു വേണ്ടി ചില സമയം നിങ്ങൾ ഒതുക്കിയാൽ മാത്രം മതി. നിങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇമെയിലിലെ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അയക്കാം. Except for forest exam
വേണ്ടി മാത്രം സെപ്പറേറ്റ് എക്സാം ഉണ്ടാവും. ബാക്കി എല്ലാ സർവീസസിനും ഒരേ എക്സാം മാത്രമേ. ഈ എക്സാമിന് നമ്മളെ കിട്ടുന്ന അലോട്ട്മെന്റ് ഉണ്ടാവും. you must have graduated 21 years കഴിഞ്ഞിരിക്കണം. പിന്നെ ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒന്നിൽ ചെയ്തിരിക്കണം. If you have been, see, medical students ഒക്കെ graduation കഴിയാൻ 20 to 23 years ആവും. So it depends on the course. Civil service training in Labasna. Okay, Lal Bahadur Shastri National Academy of Administration. ഇവിടെയാണ് എല്ലാവരും കോഴ്സ് ഈ സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്ത എല്ലാവരും കോമൺ ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിന് പറയും. ഫൗണ്ടേഷൻ കോഴ്സ് ഫോർ 4 months. എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടാവും. അവിടെ ഒരു ഡേ വിൽ ബി ലൈക്ക് ദിസ്. വി സ്റ്റാർട്ട് ദ ഡേ അറ്റ് 5. We do some physical education related work, physical exercises ഒക്കെ ചെയ്യും till 7. Then we have our regular classes at 9. 9 4 o'clock വരെ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം എക്സ്ട്രാ കരിക്കുലർ കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് മ്യൂസിക് പഠിക്കാം, ബേക്കിംഗ് പഠിക്കാം, ഗാർഡനിങ് പഠിക്കാം. സോ ഫോർ എക്സ്ട്രാ കരിക്കുലർ. On the other hand, to make us physically fit, we learn horse riding, we learn unarmed combat, and we learn trekking, mountaineering, everything. Okay, so ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നിർബന്ധമായിട്ട് ചെയ്യാണ് ട്രെക്കിംഗ് ഉണ്ട്. വീക്കെൻഡ് ട്രെക്സ് ഉണ്ടാവും, 1 day ട്രെക്ക്. പിന്നെ ഒരു ഹിമാലയൻ ട്രെക്ക് ഉണ്ട് വിച്ച് ഇസ് 10 day ട്രെക്ക്. 10 ദിവസം നമ്മൾ ട്രെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് വി ഹാവ് വില്ലേജ് വിസിറ്റ്. നമ്മളെ ഒരു ഏതെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പോയത് ഉത്തർപ്രദേശിലെ ഉള്ള മൊറാദാബാദ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലെ ഉള്ള ഏറ്റവും ചെറിയ വില്ലേജിലേക്ക് പോയിട്ട് നമ്മൾ 1 week സ്റ്റേ ചെയ്തിട്ട് വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം. ലൈക്ക് അവർ എന്തൊക്കെയാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ officer of a civil servant in their lives, so how can we help for the betterment of their lives. ഇതൊക്കെ നമ്മൾ അവർ കൂടെ തന്നെ ഇരുന്നിട്ട് ഒരു 7 days ഇരുന്നിട്ട് നമുക്ക് പഠിക്കാം, അറിയാൻ കഴിയും. പിന്നെ IAS ആവുമ്പോൾ ആഫ്റ്റർ 4 months ഓൾസോ they will continue in Lal Bahadur Shastri National Academy of Administration for another 6 months. So ഇതിൽ ആദ്യത്തെ 2 മാസം ഭാരത് ദർശൻ എന്ന് പറയും. ഭാരത് ദർശൻ is India tour starting from Kashmir till Andaman. So നമുക്ക് അതിൽ ആർമി അറ്റാച്ച്മെന്റ് ഉണ്ടാവും. In Kashmir we went to army and we were attached with the army for 10 days. അതേപോലെ നേവി അറ്റാച്ച്മെന്റ് ഉണ്ടാവും, എയർഫോഴ്സ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പിന്നെ ട്രൈബൽ അറ്റാച്ച്മെന്റ് ഛത്തീസ്ഗഡിൽ പോയിട്ട് 10 days ഉണ്ടായിരുന്നു. പിന്നെ മുംബൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു, സെബി അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് കോഴ്സസ് കുറിച്ചിട്ട്. പിന്നീട് ഡിസ്ട്രിക്ട് ട്രെയിനിങ് ഉണ്ടാവും ഫോർ 1 year. 1 year നമ്മൾ ഡിസ്ട്രിക്റ്റിൽ തന്നെ IPS ട്രെയിനിങ് ആയിട്ടും IAS ട്രെയിനിങ് ആയിട്ടും IFS ആവുമ്പോൾ ഫോറിനിലെ ട്രെയിനിങ് ആയിട്ടും 1 year ഉണ്ടാവും. ഈ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് നമുക്ക് ജോലി ആക്ച്വലി വിൽ ബി പ്ലേസ്ഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓർ ഇൻ ദി ഫോറിൻ സർവീസ് ആവുമ്പോൾ കൺസേൺഡ് കോൺസുലേറ്റ്സിൽ നമ്മൾ പ്ലേസ് ചെയ്യും. How sports is connected with it? Because ഫോർ എക്സാമ്പിൾ ഞാൻ കോഴിക്കോടിലെ ജോലി ചെയ്തപ്പോൾ ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു വേർ വി ഹാവ് ടു ട്രെക്ക്. നമുക്ക് ഡിസാസ്റ്റർ ഒക്കെ ആയിരുന്നു 2018. അപ്പോൾ ആ ഡിസാസ്റ്റർ വന്ന സ്ഥലം തന്നെ ഒരു കുന്നാണ്. ആ കുന്നില് നമ്മൾ കയറി അത്ര ഹൈറ്റിൽ പോയാലേ നമുക്ക് അവിടെ എന്താ സംഭവിച്ചു, പിന്നെ എങ്ങനെ നമുക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ കഴിയുമെന്ന് അറിയും. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയില്ല. സോ വി മേക്ക് us physically fit to actually get things done. Also, there's other part. There are some inaccessible locations in different parts of the country even now, which requires going on a horseback. So അതുകൊണ്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പോർട്ടൻസ് തരുന്നത്. സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ഹാർഡ് കോപ്പി നോട്ട്സ് ഇപ്പോൾ ഹാർഡ് കോപ്പി നോട്ട്സ് അല്ല. ഈ കോവിഡ് ഒക്കെ ശരിയായിട്ട് നമുക്ക് കോൺടാക്ട് ക്ലാസ്സസ് തുടങ്ങുമ്പോഴാണ് ഹാർഡ് കോപ്പി നോട്ട്സ് ഉണ്ടാവും.
Is maths important for IAS? Basic maths. Civil services aptitude test la basic maths namla 6th standard level 7th standard level maths മാത്രമേ ചോദിക്കുള്ളൂ. So ഓപ്ഷണൽ എടുക്കാത്ത ആൾക്കാർക്ക് മാത്സ് ഇത്ര അറിഞ്ഞാൽ മതി. ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ് കുറിച്ച് ഇത്രയാണ്. ഇറ്റ് കീപ്സ് ഇവോൾവിംഗ്. ഇറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോഴ്സ്. നിങ്ങൾക്ക് ഏതാണ് ചെയ്താൽ നിങ്ങളോട് നല്ല ഇന്നും കൂടി ഒരു നല്ല പേഴ്സണാലിറ്റി മാറ്റാൻ കഴിയുമോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യും. സോ ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ് ഒരു ഫ്രെയിംവർക്ക്, ഒരു ലൂസ് ഫ്രെയിംവർക്ക് which keeps changing with every person's needs. Okay. Foundation course I already told. Foundation course history, geography, economics, environment എല്ലാത്തട ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. ബേസിക്സ് ബിക്കോസ് നമുക്ക് അത്രയും നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അവർ 100 days വെച്ചിട്ട് നമുക്ക് അത്രയും ചെയ്യാൻ കഴിയും. ഇന്ത്യൻ എക്കണോമിക് സർവീസിന്റെ ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നില്ല. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആഫ്റ്റർ ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ മസൂറി, ഫോറിൻ സർവീസ് പീപ്പിൾ ഗോ ടു ഡൽഹി. ഡൽഹിയിൽ അവർക്ക് ലാംഗ്വേജ് ട്രെയിനിങ്ങും പിന്നെ ഫോറിൻ സർവീസ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങും കൊടുക്കും. അതിനുശേഷം ഈ ലാംഗ്വേജ് അവർ പഠിച്ച ലാംഗ്വേജ് ഉള്ള ഒരു കൺട്രിയിലേക്ക് അവർ പോസ്റ്റ് ചെയ്യും ഫോർ 1 year where they study the language in that particular country also, and then they get trained. Okay. Indian foreign service ഞാൻ പറഞ്ഞു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ മാത്രം കോമൺ ആണ്. മെയിൻസ് എക്സാമിനേഷൻ കോമൺ അല്ല, സെപ്പറേറ്റ് എക്സാമിനേഷൻ ഫോറസ്റ്റിന് വേണ്ടി ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഫോറസ്റ്റിലുള്ളവർ ഡെഹ്റാഡൂൺ വരും. ഡെഹ്റാഡൂണിൽ അവരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് 1 year അവരെ അസിസ്റ്റന്റ് ട്രെയിനിങ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. I told about IFS, public administration is good. IFS ഓഫീസർക്ക് അവർ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വെച്ചിട്ടും അവരുടെ ഇന്റേണൽ സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് ലാംഗ്വേജ് അലോട്ട് ചെയ്യും. നമുക്കിപ്പോൾ ചെയ്യുന്നത് PCM ആണ്. KS കുറിച്ച് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കാൻ പോകുന്നില്ല. KSും സിമിലർ ടു UPSC പ്ലസ് കേരള പാർട്ട് ഓഫ് ഹിസ്റ്ററി, കേരള പാർട്ട് ഓഫ് ഇക്കണോമിക്സ്. റീഡിംഗ് ഹാബിറ്റ് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല ഒരു കോംപ്രിഹെൻസീവ് പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അതുകൊണ്ട് റീഡിംഗ് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആണ്. ബട്ട് reading doesn't as such carry any marks directly in UPSC. I'll share my interview experience and you will be contacted. Interview experience കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ തീർക്കാം. പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ആഫ്റ്റർ യു ടേക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ലോഗിൻ കൊടുക്കും. ലോഗിൻ കൂടി നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും ആ പേജിൽ ഉണ്ടാവും. ഓക്കെ. ആസ് ഓഫ് നൗ ആഫ്റ്റർ ദിസ് ക്ലാസ് യു ഗോ ചെക്ക് UPSC വെബ്സൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി സ്കീം ഓഫ് എക്സാമിനേഷൻ. ഓക്കെ. സോ എന്നോട് ഇന്റർവ്യൂ ഞാൻ പറയാം. എനിക്ക് ആദ്യത്തെ ഇന്റർവ്യൂ 2014 when ഞാൻ പോയ board was headed by a Navy officer. So the questions were all very factual questions. For example, India's contribution to global economy ചോദിച്ചു. India's contribution to global economy എന്ന് പറഞ്ഞാൽ we don't study sheer numbers. നമ്മൾ ഇത്ര ലക്ഷ കോടി അത്ര numbers നമ്മൾ പഠിക്കില്ല. We rather study percentage and we rather weigh it. നമ്മളൊരു അനാലിസിസ് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നമ്പേഴ്സ് എല്ലാം മഗപ്പ് ചെയ്യാറില്ല. UPSC doesn't
demand numbers, doesn't demand mugged up answers. So we understand the trend, we analyze. So എനിക്ക് അവിടെ ഇന്റർവ്യൂல ചോദിച്ചത് എനിക്ക് ഷിയർ നമ്പേഴ്സ് വേണം, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എത്ര. സോ അങ്ങനെ ഫാക്ച്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. സോ എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫാക്ടറി അല്ല. സോ ഐ വാസ് നോട്ട് ഏബിൾ ടു ക്ലിയർ ദാറ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ആൻഡ് സെക്കൻഡ് ടൈം പേഴ്സണാലിറ്റി ടെസ്റ്റ് പോയപ്പോൾ നമ്മൾ ഒരു ബയോഡേറ്റ കൊടുക്കും യു പി എസ് സിക്ക്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് ഹോബീസ് എന്താണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തു, മൈ കോൺട്രിബ്യൂഷൻ, മൈ അച്ചീവ്മെന്റ്സ് എല്ലാം കൂടി നമുക്ക് ചെയ്യും. സോ അങ്ങനെ ചെയ്തതിൽ അത് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് സെക്കൻഡ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഐ ഗോട്ട് സെലക്ടഡ്. ഈ ക്ലാസ് എത്ര ദിവസം ഉണ്ടാവും, ഓരോരോ കോഴ്സിനും ഓരോരോ രീതിയിലാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് മെയിലിൽ കൂടി അയക്കാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇസ് എ ഗുഡ് ഓപ്ഷൻ സബ്ജക്ട്. ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ ആൾക്കും നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട് പറയാൻ പറ്റില്ല. സോ യു ഹാവ് ടു ടേക്ക് ഷോർട്ട് ലിസ്റ്റ്, ഡിസൈഡ് ആൻഡ് ദെൻ കം ടുവേർഡ്സ് ഫോർ അഡീഷണൽ ക്ലാരിഫിക്കേഷൻ. മലയാളം ഓപ്ഷണൽ ഉണ്ട്. If the situation becomes favorable, offline classes ഉണ്ടാവും. Recorded classes will be available. BA മ്യൂസിക് ഡിഗ്രി നിങ്ങൾ പഠിക്കാം. പക്ഷെ BA മ്യൂസിക് ഡിഗ്രി പഠിച്ചിട്ട് ഓപ്ഷണൽ സബ്ജക്ട് വേറെ ചൂസ് ചെയ്തു. മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. സോ നിങ്ങൾ വേറെ ഒരു ഓപ്ഷണൽ സബ്ജക്ട് പഠിക്കാം. മ്യൂസിക് ഓപ്ഷണൽ സബ്ജക്ട് ഇല്ല. ആൻഡ് there is only one optional subject. Prelims and mains similar syllabus ആണ്, പക്ഷേ പ്രിപ്പറേഷൻ മോഡ് വേരി ആവും. ബിക്കോസ് പ്രിലിംസ് ഒബ്ജക്റ്റീവ് ആണ്, മെയിൻസ് സബ്ജക്റ്റീവ് ആണ്, essay type questions ആണ്. So others are all repetitive questions. What after 100 days of foundation course, you should finish your school and then you can either join for PCM or you can study on your own when you join college. Being a civil engineer, my hobby was to study interesting new structures which are being constructed across the world. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മാത്രമാണ് പറയുന്നത്. ഗ്രാജുവേഷൻ can be either direct or graduation can be distance mode also. So ഇതൊക്കെ നമുക്ക് doesn't matter when it comes to UPSC. Interview is not difficult. We just need to present ourselves and prove that we are worthy of getting into services within the 20 minutes or 1 hour allotted to us. So classes in the curriculum, I feel there are the same questions appearing again and again. ഞാൻ എല്ലാം പറഞ്ഞതായിരുന്നു. ഈ എക്സാം പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റു എല്ലാ എക്സാമും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവും. After PG, you can very well appear for the examination. But what UPSC demands is a basic undergraduation from a recognized university, and you should have completed 21 years of age. Class timing will be communicated. And classes will be on every Sunday and second Saturday in case of 3CM 3-year, and only Sundays for TDC and FC. Annual planner will be communicated through email, and you should also check the website for the details. Newspaper notes, I have told you already. Anyways, we'll give you another written format also for the same. Training for optionals is also there, but that has to be taken up separately. And PCM 3-year college going students will definitely find it difficult to manage both. So if you insist, we can very well guide you. Interview will be one stage only. You can look for the updates through mail and through the website. PCM degree student and 9 to 4 is the timing. Communication will be only through email. Of course, after BSc Agriculture, you can attempt for IAS. 3-year course is good. Labasna is not a college. It is where you get trained after civil services
after clearing your exam. The classes will not be different in every center. That would be a common syllabus for all the centers, and all the centers will be taking classes as per the annual planner. The communication will be through email. A diploma student should complete a graduation because graduation is demanded by UPSC. Music degree UPSC le music optional illa. Music degree irka, music optional. Music degree illa, music optional illa. Please check your UPSC website. Okay. All the timing, everything, all the planner will be made available to you. Once you take admission, it will be available in the website and the email. Okay. So thank you so much. All the very best for everyone. You can contact the academy for further details. We'll keep contacting you. And when the class starts, it will be in interactive mode through WebEx platform. Wish you all a pleasant journey with the academy and wish you all success that you desire and deserve in your life. Thank you so much.